മരിക്കും. എല്ലാരും മരിക്കും. ഞാനും മരിക്കും. എന്റെ മക്കളും മരിക്കും. വിഷ്ണു പോയില്ലേ, അപ്പൊ ശാലിനിയും മരിക്കും. അവളുടെ മക്കളും മരിക്കും. എല്ലാരും മരിക്കും. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. വിഷ്ണുവിന്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല. അപകടങ്ങളുണ്ടാവും. കുഴിച്ചിട്ടതെല്ലാം പുറത്തു വരും. എന്തായാലും മരിക്കും. എല്ലാരും മരിക്കും. അമ്മേ, മരിക്കട്ടെ. എല്ലാരും പോട്ടെ. എല്ലാം പോയില്ലേ? അമ്മേ, ഇത് ഞാനാ, ശാലിനി, ആ അമ്മയുടെ മോള്. നീ ഇത് എപ്പോ വന്നു? എന്തൊക്കെയാ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ആ അതെ, മോള് മോള് സൂക്ഷിക്കണേ. ചുറ്റും കൊല്ലാൻ നടക്കുന്നവരാ. പതുങ്ങിയിരുന്ന് നമ്മുടെ തലക്കടിക്കും. ചോര വരും. കട്ട പിടിച്ച ചോര. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്ന? അമ്മയ്ക്ക് എന്താ പറ്റിയേ? അത് എന്തായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കാം അമ്മേ. മോളെ, എനിക്ക് പേടിയാടി. നിങ്ങളെയൊക്കെ ആരും കൊല്ലാൻ വരുന്ന പോലെ. കണ്ണടച്ച അതാ കാണുന്നത്. മോളെ, നീ അമ്മ അമ്മ നോക്ക്, ഒന്നുമില്ല മോള്, എല്ലാം തോന്നല. പേടി. ഞാനിരിക്കാം അമ്മയുടെ കൂടെ. എത്ര നേരം വേണമെങ്കിലും ഞാനിരിക്കാം. മോളെ, നീ സൂക്ഷിക്കണേ. നീ സൂക്ഷിക്കണം. അമ്മ വന്നേ, നമുക്ക് മുറിയിലേക്ക് ഇവിടെ ഇവിടെ ഈ ദൈവങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാ എനിക്കൊരാശ്വാസം. ഇവരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവാ. അമ്മ അമ്മ ഇപ്പൊ ഞാൻ കൂടെയില്ലേ? പക്ഷേ പിന്നെന്തിനാ അമ്മ പേടിക്കുന്ന? നീ സൂക്ഷിക്കണം മോളെ. എന്റെ മക്കളെ സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിച്ചോളാം. അമ്മ വന്നേ അമ്മ, വാ അമ്മ. അത് എണീക്ക്, വാ. അമ്മ അമ്മ വാ. മോള് സൂക്ഷിക്കണേടി. സൂക്ഷിക്കണേ. സൂക്ഷിക്കണേ. അമ്മയ്ക്ക് പേടിയാ? ഒന്നുമില്ല അമ്മ, പേടിക്കണ്ട, ഞാനില്ലേ. വാ അമ്മ, വാ. അമ്മ ഇവിടെ ഇരിക്ക. ഞാനേ ചായ എടുത്തോണ്ട് വരാം. മോളെ, എനിക്കിപ്പോ ഒന്നും വേണ്ട. മോളിവിടെ ഇരിക്കെ. നിന്റെ മടിയിൽ ഞാനൊന്ന് കിടക്കട്ടെ. അതിനെന്താ? അമ്മ കിടക്ക്. അമ്മയ്ക്ക് പേടിയാ? എനിക്കിപ്പോ എല്ലാത്തിനോടും പേടിയാ. പേടിക്കണ്ട, ഞാനില്ലേ അമ്മയുടെ കൂടെ. അമ്മ നന്നായിട്ടൊന്ന് ഉറങ്ങ്. ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും.